സെക്കൻഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2021 അതിൽ BSc കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറിയിലെ പാർട്ട് സി essay ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് A and B are two independent random variables, prove that A complement and B complement are also independent. Second question, define mutual independence of three events A, B and C. Also illustrate that the pairwise independence of A, B and C need not imply their mutual independence. ഇതാണ് രണ്ട് പാർട്ടായിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് പ്രൂവ് ദാറ്റ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന കാര്യം ഗിവൺ ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന രീതിയിൽ എഴുതും. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ദെൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കണം? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ കാണിക്കാൻ പോകുന്നത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതാണ് ഞാൻ ആദ്യം എടുക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ആദ്യം എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ബൈ ഡി മോർഗൻസ് ലോ നമുക്ക് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാൻ പറ്റും യൂസിങ് ഡി മോർഗൻസ് റൂൾ അല്ലേ. അപ്പോൾ ഡി മോർഗൻസ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്തത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിനെ നമ്മളെങ്ങനെ എഴുതി? പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എഴുതി യൂസിങ് ഡി മോർഗൻസ് റൂൾ അല്ലേ. പിന്നെ നമുക്കറിയുന്ന മറ്റൊരു റിസൾട്ടാണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ഏതൊരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് ദാറ്റ് ഇവൻറ്റ്. എന്നിട്ട് ഇവിടെ പി ഓഫ് എ എന്ന് എഴുതാം. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എക്ക് പകരം എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇനി ഞാൻ പി ഓഫ് എ യൂണിയൻ ബിനെ ഞാൻ എഡീഷൻ തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്തത് എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയാണ് യൂസിങ് എഡീഷൻ തിയറം അല്ലേ. അപ്പം നമ്മൾ പി ഓഫ് എ യൂണിയൻ ബിനെ നമ്മളിങ്ങനെ മാറ്റി എഴുതി. ഇനി നമുക്ക് ഇവിടുത്തെ ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ്, അപ്പോൾ ഈ നെഗറ്റീവ് സൈന് ഈ ബ്രാക്കറ്റിലുള്ള എല്ലാവർക്കും കിട്ടും. 1 മൈനസ് പി ഓഫ് എ എന്ന് വരുന്നു, മൈനസ് പി ഓഫ് ബി എന്ന് വരുന്നു, മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇവിടെ മൈനസ് ഓഫ് മൈനസ് വന്നപ്പോൾ ഇവിടെ പ്ലസ് ആയി, പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് നമുക്കിവിടെ എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നോക്കൂ, ഈ 1 മൈനസ് പി ഓഫ് എ എന്നുള്ളതിനെ 1 മൈനസ് പി ഓഫ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് ബി പ്ലസ്
ഇവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് ഇവിടെ മാറ്റി എഴുതുക. ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് മൈനസ്, ഞാൻ ഈ പി ഓഫ് ബീനെ മൈനസ് പി ഓഫ് ബീനെ ഞാൻ പുറത്ത് വയ്ക്കുകയാണ്. പി ഓഫ് ബീനെ പുറത്തേക്ക് വയ്ക്കുന്നു, ഒരു മൈനസ് സൈനുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ രണ്ടിലും പി ഓഫ് ബി ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ 1 വന്നു, മൈനസ് പി ഓഫ് ബീനെയാണ് ഞാൻ പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു മൈനസ് പി ഓഫ് ബീനെ പുറത്തേക്ക് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു പി ഓഫ് എ ബാക്കിയുണ്ടാവും, മൈനസ് കൂടി ഉള്ളതുകൊണ്ട് ഞാനിവിടെ എങ്ങനെ എഴുതാം? മൈനസ് പി ഓഫ് എ എന്ന് എഴുതും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഈ രണ്ട് ടേമുകളിൽ നിന്ന് ഞാൻ മൈനസ് പി ഓഫ് ബീനെ പുറത്തേക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ മൈനസ് പി ഓഫ് ബീനെ പുറത്തേക്ക് വെക്കുമ്പോൾ ഇവിടെ ഒരു +1 വരും, ആൻഡ് ഇവിടെ എന്ത് വരും? മൈനസ് പി ഓഫ് എ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് മൈനസ് പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ എന്ന് എഗെയിൻ വന്നിരിക്കുന്നു, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ രണ്ട് ടേമും നോക്കാം. ഈ രണ്ട് ടേമിലും പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇസ് എ കോമൺ ഫാക്ടർ. അപ്പോൾ ഞാൻ പി ഓഫ് എ കോംപ്ലിമെൻറ്റിനെ പുറത്തേക്ക് വെക്കുകയാണ്. പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 വരും, മൈനസ് ഇവിടെ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പോയി അല്ലേ. അപ്പോൾ നമ്മൾ മൈനസ് പി ഓഫ് ബി മാത്രമാണ് ഇവിടെ ബാക്കി ഉണ്ടാകും. ഓർ ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബീനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാൻ പറ്റി. ദാറ്റ് മീൻസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ആർ ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. അവർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്നാണ്. എന്താണ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്? 3 events A, B and C are said to be mutually independent if P of A intersection B can be written as P of A into P of B. P of B intersection C can be written as P of B into P of C. P of A intersection C is equal to P of A into P of C, and P of A intersection B intersection C is equal to P of A into P of B into P of C. അതായത് 3 ഇവൻറ്റുകൾ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവരെന്തായിരിക്കണം? ഈ 2 എണ്ണം വീതം എടുത്താൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതിനെ നമ്മൾ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ 3 എണ്ണം വീതം എടുത്താലും അവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ഇനി അതിൽ നമ്മളോട് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റ് ഡസ് നോട്ട് ഓൾവേസ് ഇംപ്ലൈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്നാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹു സാമ്പിൾ സ്പേസ് ഇസ് ഗിവൺ ആസ് സെറ്റ് 1 2 3 4. അതായത് 4 എലിമെൻറ്റ്സ് 1 2 3 4 എന്ന് പറയുന്ന 4 എലിമെൻറ്റ്സ് ഉള്ള ഒരു സാമ്പിൾ സ്പേസ് ഉള്ള റാൻഡം എക്സ്പെരിമെൻറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഞാൻ 3 ഇവൻറ്റുകൾ ഡിഫൈൻ ചെയ്യാണ്. ഡിഫൈൻ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 എനെ ഡിഫൈൻ ചെയ്യുന്നു. ബി എന്ന് പറഞ്ഞ മറ്റൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1 3. ആൻഡ് സി എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു, സെറ്റ് 2 3. ഇങ്ങനെ 3 ഇവൻറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റി എന്താ നമുക്കവിടെ എഴുതി വയ്ക്കും അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് വാട്ട് ഇസ് പി ഓഫ് എ. വാട്ട് ഇസ് പി ഓഫ് എ? പി ഓഫ് എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. എക്ക് 2 കേസസാണ് ഫേവറബിൾ. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്ര എണ്ണുണ്ട്? നമ്മുടെ സാമ്പിൾ സ്പേസിൽ 4 കേസസ് ഉണ്ട്. അപ്പോൾ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 2/4 or it can be written as 1/2. Similarly, what is P of B? P of ബിക്ക് ഫേവറബിൾ ആയിട്ടും 2 കേസസ് ആണുള്ളത് ഔട്ട് ഓഫ് ടോട്ടൽ 4 കേസസ്. സോ ദ പ്രോബബിലിറ്റി ഈസ് അഗെയിൻ 1/2.
ആൻഡ് സിയുടെ കേസ് വരുമ്പോഴും പി ഓഫ് സി ഇസ് ഈക്വൽ ടു ദറ്റ് ഇസ് ഓൾസോ 2/4 ഓർ 1/2. അതായത് പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് സിയും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 1/2 എന്നാണ് അല്ലേ. ഇനി നമുക്ക് എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി വരുന്നത് നോക്കാം. വട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്, ആകെ ഒരു എലിമെൻറ്റേ ഉള്ളൂ, ദറ്റ് ഈസ് സെറ്റ് 1 അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് എഴുതാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതിന് ഫേവറബിളായിട്ട് ഒരൊറ്റ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇസ് 4. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 1/4 അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് ബി ഇൻ്റർസെക്ഷൻ സി വരുന്നത് നോക്കാം. ബി ഇൻ്റർസെക്ഷൻ സി, ബിക്കും സിക്കും കൂടി കോമൺ ആയിട്ടും ഇതേമാതിരി ഒരൊറ്റ എലിമെൻറ്റേ ഉള്ളൂ, ദറ്റ് ഈസ് സെറ്റ് 3. ആൻഡ് വട്ട് ഈസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി? ദറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ സി ആണ്. എ ഇൻ്റർസെക്ഷൻ സി, എക്കും സിക്കും കോമൺ ആയിട്ട് ഇതേമാതിരി 2 എന്ന് പറഞ്ഞ ഒരൊറ്റ എലിമെൻറ്റേ ഉള്ളൂ. ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 1/4 എന്ന് കിട്ടിയിട്ടുണ്ട്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്താണ് വരുന്നത്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 1/2 ഇൻറ്റു 1/2 എന്നാണ്, വിച്ച് ഈസ് 1/4. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്താണ് സെയിം ആയിട്ട് കിട്ടി അല്ലേ. അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സിമിലർലി പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി നമുക്ക് 1/4 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്താണ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി വരുന്നത് എന്ന് നോക്കാം. ദറ്റ് ഈസ് അഗെയിൻ 1/2 ഇൻറ്റു 1/2 വിച്ച് ഈസ് 1/4. അതായത് നമുക്ക് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്ന് എഴുതാം. സിമിലർലി വട്ട് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി 1/4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി എന്താണ് നോക്കാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി ഇസ് 1/2 ഇൻറ്റു 1/2 വിച്ച് ഇസ് 1/4. അതായത് ഇവിടെ നമുക്ക് എഴുതാം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി. ഇങ്ങനെ 3 ഇവൻറ്റിൻ്റെ കേസിലും നമ്മൾ പെയർ വൈസ് ആയിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കണ്ടു. അതായത് നമുക്ക് പറയാം എ ബി ആൻഡ് സി ആർ പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി നമുക്ക് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവർ 3 പേരെ കൂടി എടുക്കുമ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കൂടി അറിഞ്ഞാലേ അവർ മ്യൂച്വൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അതായത് ഈ 3 ഇവൻറ്റുകളിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റിനെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയുന്നുണ്ട് എയിൽ 1ഉം 2 ആണ്, ബിയിൽ 1ഉം 3 ആണ്, സിയിൽ 2ഉം 3ഉം ആണ്. അതായത് എക്കും ബിക്കും സിക്കും കൂടി കോമൺ ആയിട്ട് ഒരു എലിമെൻറ്റും ഇല്ല. ദാറ്റ് മീൻസ് ദെയർ ഇൻ്റർസെക്ഷൻ ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഇസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി? ദറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് 0 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുകയാണ് വാട്ട് ഈസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്താണ് നോക്കുക. ദറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പി ഓഫ് ബി ആൻഡ് പി ഓഫ് സി അവർ ഓരോരുത്തരും 1/2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എന്ന് വരുന്നു. ദറ്റ് ഈസ് 1/8. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയും ആൻഡ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സിയും തുല്യമല്ല. ദറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. അതായത് ഈ കണ്ടീഷൻ ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദെർഫോർ നമുക്ക് പറയാം ദേ ആർ നോട്ട് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ നോട്ട് മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരുന്നത് 3 ഇവൻറ്റുകൾ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും അവർ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആവില്ല എന്നുള്ള കാര്യമാണ്.
അപ്പോൾ പെയർ വൈസ് ഇൻഡിപെൻഡൻറ്റ് നീഡ് നോട്ട് ഇംപ്ലൈ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഫോർ 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്നൊന്നും പ്രത്യേകം കാണുന്നില്ല. അതിൻ്റെ പ്രൂഫ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി എന്ന് നമുക്ക് പറയാം. അതായത് ഫോർ 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ, കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ the whole square is less than or equal to expectation of x square into expectation of y square എന്നാണ്. ഇതാണ് കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി പറയുന്നത്. അപ്പോൾ ഇതിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, LHSലേക്ക് കൊണ്ടുവരികയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പം കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റിന്ന് നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻ കൂടി എഴുതി വയ്ക്കാം. ഇത് നമുക്ക് അടുത്ത കാര്യം, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ റേഞ്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് യൂസിങ് ദിസ് ഇൻഇക്വാലിറ്റി പ്രൂവ് ദാറ്റ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു RXY ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1 വേർ RXY ഇസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് RXYനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് RXY? That is actually covariance of xy divided by root of variance of x into root of variance of y. That is equal to covariance of xy എന്ന് പറഞ്ഞാൽ expectation of x minus expectation of x into y minus expectation of y എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആൻഡ് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈന് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം അല്ലേ. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളതിനെ ഞാൻ യു എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നുള്ളതിനെ ഞാൻ വി എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? RXY ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് യുവും ഇതെന്താണ് വിയുമാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് യു വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇവിടെ നോക്കൂ, എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ എന്ന് എഴുതാം. അതുമാതിരി അടുത്ത ടേം എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ എന്നും എഴുതാം. അപ്പോൾ ഞാൻ RXYനെ ഏത് രൂപത്തിൽ എഴുതി? എക്സ്പെക്റ്റേഷൻ ഓഫ് യു വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ക്വയർ ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും സ്ക്വയർ ചെയ്യണം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? RXY ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് യു വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഇവിടെ താഴത്തെ റൂട്ട് പോയി അല്ലേ, എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി പ്രകാരം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇവിടെ വേരിയബിൾ എക്സും വൈ ആയിരുന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദിസ് ടേം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം യൂസിങ് കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി. ഇതിന് നമുക്ക് ഹെൽപ്പ് ചെയ്തത് നമ്മളുടെ കോഷി ഷോർട്ട്സ് ഇൻഇക്വാലിറ്റിയാണ്, കോഷി ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി.
അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ആർ സ്ക്വയർ എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് വന്നത്. ആർ സ്ക്വയർ എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പം ദെൻ വാട്ട് ഈസ് ആർ എക്സ് വൈ? ഇത് ആർ എക്സ് വൈ മോഡുലസ് ഓഫ് ആർ എക്സ് വൈ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ മോഡുലസ് ഓഫ് ആർ എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 എന്ന് പറയും, 1 എന്ന് പറയും. അപ്പം മോഡുലസ് ഓഫ് ആർ എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മീൻസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ റേഞ്ച് യൂസിങ് കോഷി ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്യുന്നത്.